അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഇവിടെ സാരി വേണ്ടെന്ന്. അപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സീനിയർ ടീച്ചേഴ്സ് അവർ ഒരു ദിവസമെങ്കിലും ഞാൻ പറഞ്ഞു എന്തിന് സാരി ഉടുത്ത് വരുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം, എന്നിട്ടും ഞാൻ എടുക്കുന്നത് ഐ ഫീൽ ഐ എം സോ ബ്യൂട്ടിഫുൾ ഇൻ സാരി, ദാറ്റ്സ് വൈ. അതുകൊണ്ട് ഞാൻ അതിൽ ഹാപ്പിയാണ്. പക്ഷേ ഈ ഇത്രയും സാധനങ്ങൾ പൊക്കണൊക്കെ കൊണ്ടുവരുന്ന ഈ പിള്ളേർ എന്തിനാണ് അത് സാരി എടുക്കുന്നത്? ലെറ്റ് ദം ബി ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ ഇൻ ചുരിദാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ ഒരു മനോഭാവം. ചുരിദാറും സാരിയും ജീൻസൊക്കെ ഇടുന്നു എന്നുള്ളതല്ല, ഒന്ന് നമ്മൾ വളർന്ന സിറ്റുവേഷൻ, നമ്മളെ വളർത്തിയ രീതി, അത് നമ്മളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് കഴിഞ്ഞിട്ടും നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ മാറാൻ തയ്യാറാവണം. എനിക്ക് തോന്നുന്നത് ഞാൻ പോയിടങ്ങളിലൊക്കെ പിള്ളേർ വേഗം കണക്റ്റ് ആവുന്നത് ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ്. ആ ഒരു ചിലർ വന്ന് പറയും, മാം ഇങ്ങനെ സാരി ഉടുത്ത് ഇങ്ങനെ മാല ഇട്ട് ഇത്രയും ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടും ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ പറ്റുന്നത് ഞങ്ങൾ അധികം ആളെ കണ്ടിട്ടില്ല, മാം മാറരുതേ, അങ്ങനെ പറയുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ സന്തോഷം എന്ന് പറയാം, കാരണം അവർക്ക് നമ്മളോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ പിള്ളേർക്ക് നമ്മളോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളങ്ങനെ ഹാപ്പി ആയിരിക്കുന്നതുകൊണ്ടാണ്. ലൈഫ് ഇസ് ടു ബി ഹാപ്പി എന്ന് തോന്നുന്നത്.